ഹലോ ഓൾ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫിക്സിന്റെ ചില ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. സോ ഇത് നിങ്ങൾക്ക് പലപ്പോഴും എക്സാമിലെ പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 3 ഡയമെൻഷനിൽ അത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പറയുന്നത് കേൾക്കാം ക്വസ്റ്റ്യനിൽ ഒരു ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു പിരമിഡ്. നിങ്ങൾ എല്ലാവരും നോക്കുക, ഈ ഹെക്സഗണൽ ആയിട്ടുള്ള പിരമിഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇതിന്റെ താഴ്ഭാഗത്ത് ഒരു ഹെക്സഗണൽ ഷേപ്പും, അതായത് ഞാൻ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഹെക്സഗണൽ ഷേപ്പ് ആയിരിക്കും എനിക്ക് താഴെ കാണാൻ പറ്റുക. പിന്നെ പിരമിഡ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കൂർത്ത് ടോപ്പിൽ ഒരു എപെക്സ് പോയിന്റിലേക്ക് ഇങ്ങനെ വരികയും ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൊസിഷൻ ആൻഡ് ഓറിയന്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു ഹെക്സഗണൽ പ്രിസം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ പൊസിഷൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ് അത് പൊസിഷൻ ചെയ്തിരിക്കുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണോ, അതോ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഒരു ഹൈറ്റിലാണോ, വെർട്ടിക്കൽ പ്ലെയിനിലാണോ, അതോ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഒരു ഡിസ്റ്റൻസിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് പൊസിഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ നിങ്ങൾക്ക് കാണാം, ഇവിടെ ബാക്കിൽ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ കാണാം. നിങ്ങളുടെ ഈ പിരമിഡ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഒരു നിശ്ചിത ഹൈറ്റിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഇറ്റ് ഇസ് റെസ്റ്റിംഗ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓബ്ജക്റ്റിനെ നേരെ നിങ്ങൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കൊണ്ട് വെക്കണം. ഇങ്ങനെ താഴെ കൊണ്ട് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ നോക്കി, ഇപ്പോ നിങ്ങളുടെ ഓബ്ജക്ട് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഇതാണ് റെസ്റ്റിംഗ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. വേറെ നേരത്തെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് റെസ്റ്റിംഗ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഒരു ഹൈറ്റിലാണ്, അതായത് ഫോർ എക്സാമ്പിൾ 20 mm ഹൈറ്റ് ആവാം, 30 mm ഹൈറ്റ് ആവാം, എത്ര വേണമെങ്കിലും ആവും. ഓക്കെ, ഇനിയിപ്പോ അത് മാത്രം പറഞ്ഞാൽ പോരാ, വേറെ ഒരു കാര്യം നമുക്ക് പറയാം. അതായത് നിങ്ങൾ നോക്കി, ഇതിന്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന്റെ വൺ ഓഫ് ദി എഡ്ജ് എന്ന് പറയുന്നത്, ക്യാൻ യു സി, ഈ എഡ്ജ് ഞാൻ കർസർ വെച്ചിരിക്കുന്ന ഈ എഡ്ജ് നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത്, ഈ എഡ്ജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. അതേപോലെ ഈ എഡ്ജും പെർപെൻഡിക്കുലർ ടു വി പി ആണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ് ഒരു ഓബ്ജക്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഒരു ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്, ആൻഡ് വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഇസ് മീറ്റിംഗ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഇസ് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ ആണ്. ഓക്കെ, ഇനി വൺ ഓഫ് ദി ബേസ് എഡ്ജ് ഇസ് പാരലൽ ടു വി പി ആണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇതാണ് നിങ്ങളുടെ ഹെക്സഗൺ. ഓക്കെ, നിങ്ങളുടെ ഹെക്സഗൺ ആണ്. ഒരു മിനിറ്റ്, ഞാൻ ആ ഹെക്സഗൺ ഒന്ന് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കാം. ആ ഹെക്സഗണൽ ഷേപ്പ് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ ഓറിയന്റ് ചെയ്യാം. യെസ്, സോ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഹെക്സഗണൽ ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഹെക്സഗണൽ ഷേപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇനി വി പിക്ക് പാരലൽ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമുക്ക് വി പിക്ക് പാരലൽ ആക്കാം. ഈ ഒരു എഡ്ജിനെ നമുക്ക് വി പിക്ക് പാരലൽ ആക്കി ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതേ കണ്ടോ, ഇങ്ങനെ, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വെച്ചാലും ഞാൻ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് വി പിക്ക് പാരലൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെ? വി പിക്ക് പാരലൽ ആയിട്ടാണ് ആ എഡ്ജ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഹെക്സഗണൽ ആയിട്ടുള്ള നിങ്ങളുടെ പിരമിഡ് വി പിക്ക് പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇനീഷ്യൽ ഓറിയന്റേഷൻ വെക്കുന്ന സമയത്ത് അത് പ്രിസം ആയിക്കോട്ടെ, പിരമിഡ് ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത് ഏത് പ്ലെയിനിൽ അത് റെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ബേസ് എന്ന് പറയുന്നത് ഏത് പ്ലെയിനിലാണ് വരുന്നത്? ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബേസ് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് വരുന്നത്, അല്ലെ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഒരു ഹൈറ്റിലോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിലോ, ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് നിങ്ങളുടെ ഈ ഹെക്സഗണൽ ഷേപ്പ് വരുന്നത്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് എങ്ങനെയാണ്. ഇവിടെ പാരലൽ ആണ്, കാരണം നേരത്തെ കേസിൽ അത് പെർപെൻഡിക്കുലർ ആയിരുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ വരച്ചപ്പോൾ അത് ഇത് പെർപെൻഡിക്കുലറും ഇത് പാരലലുമാണ് ഓറിയന്റേഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫ്രം സോളിഡ്സ്.